ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങളെ, അധസ്ഥിത വിഭാഗങ്ങൾക്ക് ക്ഷേത്രത്തിലെ ആരാധനാ സ്വാതന്ത്ര്യം നിഷിദ്ധമായിരുന്ന ഒരു കാലത്ത് അവർ പ്രാകൃതമായി ആരാധിച്ചിരുന്നത് ചാത്തനെയും മാടനെയും മറുതയുമൊക്കെയായിരുന്നു. ശ്രീനാരായണ പരമഹംസദേവൻ്റെ തിരുവവതാരത്തോടുകൂടി അധസ്ഥിതർക്കും ക്ഷേത്ര ആരാധനാ സ്വാതന്ത്ര്യം കൈവന്നു. പ്രാകൃത ദൈവങ്ങളുടെ സ്ഥാനത്ത് ഗുരു ശിവനെയും സുബ്രഹ്മണ്യനെയും ദേവിയെയും ഒക്കെ പ്രതിഷ്ഠിച്ചു. എന്നാൽ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒക്കെ ഇപ്പോഴും ചാത്തൻ എന്ന പ്രാകൃത ദൈവത്തെ ഇപ്പോഴും ആരാധിച്ചു വരുന്നു. ഇതിൽ പ്രധാനപ്പെട്ടത് വിഷ്ണുമായ ചാത്തൻ ആണ്. ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന ഒരു ദേവസങ്കല്പമായാണ് വിഷ്ണുമായ ചാത്തൻ നിലകൊള്ളുന്നത്. പുരാണ കഥകൾ പറയുന്നത് വിഷ്ണുമായ ചാത്തൻ ശിവപാർവതിമാരുടെ പുത്രനാണെന്നാണ്. ഭൃഗാസുര നിഗ്രഹത്തിനായി അവതരിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചേക്കുട്ടി, പറക്കുട്ടി, കരിക്കുട്ടി, വിഷ്ണുമായ ഉൾപ്പെടെ 400ഓളം ചാത്തന്മാർ ഉണ്ടെന്നാണ് വിശ്വാസം. മുത്തശ്ശി കഥകളിലൂടെയും ചാത്തൻ ആസ്പദമാക്കിയുള്ള സിനിമകളിലൂടെയും ഒക്കെയാണ് ഇപ്പോഴത്തെ തലമുറയിലെ ഒരു സാധാരണ മലയാളി ചാത്തനെപ്പറ്റി അറിയാൻ തരമുള്ളൂ. മൈ ഡിയർ കുട്ടിച്ചാത്തൻ, സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി, ഭ്രമയുഗം ഒക്കെ ഈ ഗണത്തിൽ വരുന്ന സിനിമകളാണ്. നല്ലതും കെട്ടതുമായ കാര്യങ്ങൾക്കായി ചാത്തൻ സേവ നടത്തിയിരുന്നവരിൽ നമ്പൂതിരിയും അടിയാനും കുടിയാനുമൊക്കെ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. ഇത്രയും പറഞ്ഞു വച്ചത് ചാത്തൻ എന്ന സങ്കല്പത്തെ എടുത്തു കാണിക്കാനാണ്. എന്നാൽ നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം ചാത്തനും ഗുരുവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, ഗുരുവിൻ്റെ ആജ്ഞകളെ ചാത്തൻ അനുസരിച്ചോ എന്നതൊക്കെയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമുക്ക് പരിശോധിക്കാം. ഒരിക്കൽ ശിവഗിരി മഠത്തിലേക്ക് 3-4 പുരുഷന്മാരും ഒരു സ്ത്രീയും എത്തി. സ്ത്രീയാകട്ടെ വല്ലാതെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഭഗവാനെ രക്ഷിക്കണേ, ഈ കല്ലേറിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് സ്ത്രീ ഗുരുദേവന് മുൻപിൽ പൊട്ടിക്കരഞ്ഞു. ഗുരു കാര്യങ്ങൾ തിരക്കി. ആരാണ് കല്ലെറിയുന്നത്? ശത്രുക്കൾ വല്ലവരും ആണോ? അറിയില്ല സ്വാമി എന്നും എറിയുന്ന കല്ലുകൾ വലിയ ശക്തിയോടെ വന്ന് തട്ടുന്നില്ല, കുറച്ച് ക്ഷതമുണ്ടാക്കും. ചില കല്ലുകൾ ശരീരത്തിൽ വന്ന് മുട്ടിയില്ല എന്ന രീതിയിൽ താഴെ വീഴും. ഇങ്ങനെ ഇടവിട്ട് കല്ലുകൾ വരുന്നുണ്ട് സ്വാമി എന്ന് സ്ത്രീ ഉത്തരം പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇവിടെയും കല്ലേറുണ്ടാകണമല്ലോ. ഇനിയും കല്ലെറിയട്ടെ, എന്താണെന്ന് നോക്കാം എന്ന് ഗുരു പറഞ്ഞു. പറഞ്ഞു തീരും മുൻപേ സാമാന്യം വലിപ്പമുള്ള ഒരു കല്ല് സ്ത്രീയുടെ തലയിൽ മുട്ടിയില്ല എന്ന രീതിയിൽ വന്ന് താഴെ വീണു. എല്ലാവരും അത് ശ്രദ്ധിച്ചു. ഉടനെ ഗുരു പറഞ്ഞു, അതേ വലിപ്പമുള്ള ഒരു കല്ല് അടയാളം ചെയ്ത് വന്ന ഭാഗത്തേക്ക് തിരികെ എറിയുക. അത്രയും ദൂരം എറിയാൻ പറ്റിയ ആരുണ്ട് ഇവിടെ? ഞാൻ എറിയാം സ്വാമി എന്ന് പറഞ്ഞ് ഒരുവൻ മുന്നോട്ട് വന്നു. അയാൾ സമാനമായ ഒരു കല്ല് തിരഞ്ഞെടുത്ത് ഒരാളുടെ മുറുക്കാൻ പൊതിയിൽ നിന്നും അല്പം ചുണ്ണാമ്പെടുത്ത് അടയാളം ചെയ്തു. അതിനുശേഷം കല്ല് വന്ന ഭാഗത്തേക്ക് നീട്ടിയെറിഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, ചാത്തനാണ് എറിയുന്നതെങ്കിൽ അടയാളം ചെയ്ത കല്ല് തന്നെ തിരികെ എറിയണം. അല്പസമയത്തിനുള്ളിൽ അടയാളം ചെയ്ത കല്ല് സ്ത്രീയുടെ തലയിൽ തൊട്ടില്ല എന്ന മട്ടിൽ താഴെ വന്നു വീണു. ആ കല്ല് തിരികെ എറിഞ്ഞുവല്ലോ. ചാത്തൻ പറഞ്ഞാൽ കേൾക്കുമല്ലോ. നാം ചാത്തനോട് കൽപ്പിക്കുന്നു, ഇനിയും ഈ സ്ത്രീയെ കല്ലെറിഞ്ഞ് ഉപദ്രവിക്കരുത് എന്ന് ഗുരു ചാത്തനോടായി പറഞ്ഞു. എന്നിട്ട് ഗുരു സ്ത്രീയോട് പറഞ്ഞു, ഇനി ഒരു കുഴപ്പവും ഉണ്ടാകുകയില്ല, സമാധാനമായി പൊയ്ക്കോളൂ. സംശയ നിവാരണം വരുത്താൻ സ്ത്രീ ഒരു രാത്രി മഠത്തിൽ കഴിഞ്ഞുകൂടി. പ്രഭാതത്തിൽ ദീപാരാധന തൊഴുത് നേർച്ച കാഴ്ചകൾ നൽകി സ്ത്രീ മടങ്ങി. പിന്നീട് അങ്ങനെ ഒരു അനുഭവം അവർക്ക് ഉണ്ടായിട്ടേയില്ല. സർവ്വലോകാനുരൂപനായ മഹാഗുരു ഒരു ദുഷ്ടശക്തിക്കും മുൻപിൽ തൻ്റെ ഭക്തരെ ക്ലേശമനുഭവിക്കാൻ വിടുകയില്ല എന്നതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് ഗുരുവിൻ്റെ കൽപ്പനയെ അനുസരിച്ച് ചാത്തൻ പിൻവാങ്ങിയത്. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഗുരുവിൻ്റെ ഫോട്ടോയ്ക്ക് പോലും ദുഷ്ടശക്തികളെ വീട്ടിലേക്ക് അടുപ്പിക്കാതിരിക്കുന്നതിനുള്ള കഴിവുണ്ട് എന്ന് അറിയുക.
സർവവ്യാപിയായി പരബ്രഹ്മമായി നിലകൊള്ളുന്ന മഹാഗുരു നൽകുന്ന ഊർജത്തിൽ ശാന്തിയോടും സമാധാനത്തോടും വാഴുവാൻ എല്ലാ ഗുരുഭക്തർക്കും സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.